ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ എഫ്രാൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. ഹിത്യനായ എഫ്രാൻ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കി അബ്രഹാമിനോട്, അങ്ങനെയല്ല യജമാനനെ, കേൾക്കേണമേ, നിലം ഞാൻ നിനക്കു തരുന്നു, അതിലെ ഗുഹയും നിനക്കു തരുന്നു, എൻ്റെ സ്വജനം കാൺകത്തരുന്നു, മരിച്ചവളെ അടക്കം ചെയ്തുകൊണ്ടാലും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. ദേശത്തിലെ ജനം കേൾക്കി അവൻ എഫ്രാനോട്, ദയ ചെയ്തു കേൾക്കേണം, നിലത്തിൻ്റെ വില ഞാൻ നിനക്കു തരുന്നത് എന്നോട് വാങ്ങേണം, എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്നു പറഞ്ഞു. എഫ്രാൻ അബ്രഹാമിനോട്, യജമാനനെ, കേട്ടാലും 400 ശേക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി, അത് എനിക്കും നിനക്കും എന്തുള്ളൂ, മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു. അബ്രഹാം എഫ്രാന്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കി എഫ്രാൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ശേക്കൽ 400 അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്രയ്ക്കരികെ എഫ്രാനുള്ള മക്പേല നിലവും അതിലെ ഗുഹയും നിലത്തിൻ്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുൻപാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായി കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാന അവകാശമായി ഉറപ്പിച്ചു കൊടുത്തു.